നമസ്കാരം. ശശികല ടീച്ചർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി അത്തരമൊരു പോസ്റ്റ് ടീച്ചർ ഇട്ടിരുന്നത്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം അതിലെ 2ാമത്തെ പാഠം അതിൽ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ടീച്ചർ ചിത്രസഹിതം തെളിവ് സഹിതം എടുത്തു കാണിച്ചിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ രാജാ റാം മോഹൻ റോയെ പരിചയപ്പെടുത്തുകയാണ് പാഠത്തിൽ. അപ്പോൾ മേജർ റിഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് രാജാ റാം മോഹൻ റോയ്, അതായത് രാജാ റാം മോഹൻ റോയുടെ പ്രധാന സാമൂഹിക പരിഷ്കരണത്തിനുള്ള നടപടികൾ എന്നുള്ള തലക്കെട്ടിന് താഴെ ബോക്സുകളിലായി പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനമായി പറയുന്നത് ഞാനൊന്ന് വായിക്കാം. stood against idolatry and polytheism, അതായത് വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവാരാധനയ്ക്കുമെതിരെ നിലകൊണ്ടു. ഇത് രാജാ റാം മോഹൻ റോയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം. കാരണം അദ്ദേഹം ക്രിസ്ത്യൻ മിഷണറികളാൽ ഒരുപാട് സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ആവശ്യമില്ലാത്ത പ്രശസ്തി ഭാരതത്തിൽ, ആവശ്യമില്ലാത്ത പ്രശസ്തി എന്നല്ല, അദ്ദേഹത്തിന് പ്രശസ്തി നൽകിയവർക്ക് അത് വളരെ അത്യാവശ്യമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിൻ്റെ അർഹതയുള്ളതിനേക്കാൾ മുകളിൽ ഒരു സ്ഥാനം നൽകിയാണ് നമ്മുടെ മുമ്പിൽ പാഠ്യ പദ്ധതികളിലൂടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്വാധീനത്തിൽപ്പെട്ട രാജാ റാം മോഹൻ റോയ്ക്ക് വിഗ്രഹാരാധനയോടും ബഹുദൈവാരാധനയോടും ഒരു എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അത് ഒരു സാമൂഹിക പരിഷ്കരണ നയമായിരുന്നു, അല്ലെങ്കിൽ ഒരു മനോഭാവമായിരുന്നു എന്നുള്ള രീതിയിൽ 8ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ 2ാമത്തെ പാഠത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അടിസ്ഥാനപരമായി ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഈ 2 കാര്യങ്ങളും പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു മതവിഭാഗമേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. അവരെ പ്രീണിപ്പിക്കാനാണ്. ക്രിസ്ത്യൻസ് അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും ബഹുദൈവാരാധനയ്ക്കും വിഗ്രഹാരാധനയ്ക്കും ഒക്കെ തത്വത്തിൽ അവരെതിരാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഒരു അക്രമ സ്വഭാവത്തോടു കൂടി അത്തരത്തിലുള്ള ആരാധനയെ എതിർക്കുന്ന ഒരു മനോഭാവം അവർ പണ്ടേ കൈവിട്ടിരിക്കുന്ന ഒരു ഇൻക്വിസിഷനൊക്കെ കഴിഞ്ഞതോടുകൂടി ഒരു സ്വയം വിമർശനത്തിനും തിരുത്തലിനും തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, അല്ല എങ്കിൽ ലോകം തിരിച്ച് പ്രതികരിച്ച് തങ്ങളെ തന്നെ ഒരു പക്ഷേ ഇല്ലാതാക്കിയേക്കും എന്നുള്ള തിരിച്ചറിവിൽ അവരത് കൈവിട്ട് നന്നായി തുടങ്ങിയിരിക്കുന്നു. മനസ്സിലുണ്ടാകാം അവരത് വ്യക്തിപരമായിട്ടുള്ളൊരു ആരാധനാക്രമമായി അല്ലെങ്കിൽ വിശ്വാസ പദ്ധതിയായി കൊണ്ടു നടക്കുന്നു. പക്ഷേ പരസ്യമായി ഇത് പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു വിഭാഗമേ ലോകത്തുള്ളൂ, അത് ഇസ്ലാമിസ്റ്റുകളാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കുറേ കൂടി തീവ്രമായി അതിനെ പരിപോഷിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ബഹുദൈവാരാധകർ നരകത്തിൽ പോകും, അവർ മലത്തിനേക്കാളും മ്ലേച്ഛമാണ് തുടങ്ങിയ ഈ കഴിഞ്ഞ ദിവസം ഒരു താടിയും തലയിൽ പൊറോട്ടക്കെട്ടും കെട്ടിയ ഒരുത്തൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഈ ബഹുദൈവാരാധകർ ബുദ്ധിയൊക്കെ കിട്ടിയിട്ടും അള്ളാഹുവിനെ തിരിച്ചറിയാത്തവർ പട്ടിക്ക് സമമാണ് എന്നുള്ള രീതിയിൽ ഒരു താടിയും തലയിൽ വെള്ള പൊറോട്ടയും കെട്ടും കെട്ടിയ പൊറോട്ട മാവ് വെച്ചിട്ടുള്ളൊരു കെട്ടുണ്ടല്ലോ, അതും കെട്ടിയൊരുത്തൻ നിന്ന് കുരയ്ക്കുന്നത് ഞാൻ തന്നെ ആ വീഡിയോ പങ്കുവച്ചിരുന്നു പ്രേക്ഷകരുമായിട്ട് ഒരു വിശകലനത്തിനായി. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു പാഠ്യഭാഗം 8ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ 2ാം പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ചിത്രം ഞാനൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. ശശികല ടീച്ചർ തന്നെ പങ്കുവച്ചൊരു ചിത്രമാണ്, ഒന്ന് കണ്ടിട്ട് വരൂ. കണ്ടല്ലോ, അതിൽ വട്ടമിട്ടിരിക്കുന്ന ബോക്സാണ് പ്രസക്തമായ ഭാഗം. അപ്പോൾ ഇത്തരത്തിൽ രാജാ റാം മോഹൻ റോയ് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വിമർശനം ഈ മതത്തിന് നേരെ പോകുന്നില്ല. പക്ഷേ രാജാ റാം മോഹൻ റോയ് ഇപ്പോൾ ഒരു സാമൂഹിക പരിഷ്കർത്താവായി ഉയർത്തിക്കാട്ടുന്നത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ രാജാ റാം മോഹൻ റോയുടെ സാമൂഹിക പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം കൊണ്ടുവരുന്നത് അടിസ്ഥാനപരമായി ജിഹാദികളെ പ്രീണിപ്പിക്കുവാൻ മാത്രമാണ്. ഇപ്പോൾ എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസം കൂടി ഞമ്മക്ക് വേണമെന്ന് മുസ്ലിം ലീഗ് വാശി പിടിച്ചത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ നേരത്തെ മനസ്സിലായിട്ടുണ്ടാകും. ഈ മനസ്സിലാകുക, തിരിച്ചറിയുക എന്നുള്ളത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നോയിങ് ആൻഡ് റിയലൈസിങ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്സ് ആൻഡ് പോൾസ് അപ്പാർട്ട്. അത് ശരിക്കും 180 ഡിഗ്രി വിരുദ്ധ ദിശയിൽ നിൽക്കുന്ന 2 കാര്യങ്ങളാണെന്ന് പറയാം. അറിയുന്നതും തിരിച്ചറിയുന്നതും. തിരിച്ചറിയലാണ് ഇവിടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ശശികല ടീച്ചറിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികൾ കണ്ടെത്തി. ടീച്ചർ ഒരു അധ്യാപികയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതികളിൽ ടീച്ചറിന് നല്ല താല്പര്യമുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണമെന്ന് തീരുമാനിക്കുന്ന പാഠ്യപദ്ധതികൾ. സാമൂഹ്യശാസ്ത്രമൊക്കെ അതിനു വേണ്ടിയിട്ട് ഉപകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്തെ പാഠ്യപദ്ധതികളിൽ
ഭാഷാപ്രയോഗത്തിൽ പോലും കീഞ്ഞ് പാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് എന്നൊക്കെ പറയുന്ന പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ ശുദ്ധമായിട്ടുള്ള ഭാഷ പഠനമല്ലാതെ കുത്തിത്തിരിക്കുന്നതും നിഷ്കളങ്കമായൊരു കാര്യമല്ല. കാരണം ഞാൻ അത് സംബന്ധിച്ചൊരു മുൻപൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, റാഗി പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു തുടങ്ങിയ പദ്യങ്ങൾ പഠിച്ചിരുന്ന നമ്മൾ ഇന്ന് ഈ കീഞ്ഞ് പാഞ്ഞ് തേഞ്ഞ് എന്നൊക്കെ പറയുന്ന പാഠ്യഭാഗങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഭാവിയിലൊരു ഭാഷാശുദ്ധിയോ, ഞാനൊക്കെ എഴുത്തച്ഛനാണെന്നല്ല പറഞ്ഞു വരുന്നത്, ഇപ്പോഴും പലയിടത്തും നാക്കുളുക്കാറുണ്ട്. പക്ഷേ ഒരുപാടിടത്ത് നാക്കുളുക്കാതെ കൃത്യമായിട്ട് അമ്പലപ്പുഴ എന്ന് പറയാവുന്ന ഒരു ഭാഷയുടെ മേലുള്ള സ്വാധീനമെങ്കിലും, അമ്പലപ്പുഴ എന്ന് നാക്കുളുക്കാതെ പറയാവുന്ന ഭാഷയുടെ സ്വാധീനമെങ്കിലും ലഭിച്ചത് കൃത്യമായ ഭാഷാ പഠനം നമ്മുടെ പാഠ്യപദ്ധതികളിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അതെല്ലാം മാറ്റി പ്രാദേശിക ഭാഷകളുടെ, അതും ഒരു പാഠ്യപദ്ധതിയിൽ വരുമ്പോൾ വൃത്തികെട്ട ഭാഷയായി തോന്നുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, എന്താണ് ഇവർ പറയുന്നത്, മലയാളം തന്നെയാണോ അതോ ഏതെങ്കിലും അന്യഗ്രഹജീവികളുടെ ഭാഷയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് അപകടകരമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ആശയപ്രചാരണങ്ങൾ രഹസ്യമായി ഒളിച്ചു കടത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രക്രിയകൾക്കെതിരെ പ്രതികരിക്കാതെ മിണ്ടാതെ പോയി രാജാ റാംമോഹൻ റോയ്ക്ക് അങ്ങനത്തെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു തീർച്ചയാണ്. അവിടെ ചോദ്യം അതല്ല. രാജാ റാംമോഹൻ റോയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം എങ്ങനെ സാമൂഹ്യ പരിഷ്കരണമാകും? അദ്ദേഹം ഈ വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവാരാധനയ്ക്കുമെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിന് കാരണമാകും? സതി നിർത്തിച്ചത് രാജാ റാംമോഹൻ റോയ് ആണെന്ന് ഇന്നും വിശ്വസിച്ച് നടക്കുന്ന പലരുമുണ്ട്. അവരുടെയൊക്കെ കാര്യത്തിൽ സഹതാപമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സതിയുടെ മറ്റൊരു വിഷയം വളരെ ഗൗരവമായി തന്നെ മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. എന്നാൽ പോലും അത് വേണമെങ്കിൽ നമുക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്, സമ്മതിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. സതിയെ പ്രതി രാജാ റാംമോഹൻ റോയ് നടത്തിയ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പരിഷ്കരണത്തിന് ഉപകരിച്ചിട്ടുണ്ടാകാം. പക്ഷേ രാജാ റാംമോഹൻ റോയുടെ വിഗ്രഹാരാധനയും ബഹുദൈവ വിശ്വാസത്തെയും സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ എങ്ങനെ സാമൂഹ്യ പരിഷ്കരണമാകും? അത് സാമൂഹ്യ പരിഷ്കരണമാകില്ല. അത് സെമറ്റിക് മതങ്ങളുടെ പ്രചാരണത്തിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. രാജാ റാംമോഹൻ റോയ് ഒരുപക്ഷെ ക്രിസ്ത്യനായി മതം മാറിയിരുന്നിരിക്കാം. അതിനുള്ളൊരു തെളിവും കൂടിയാണിത് എന്നുള്ളത്. ഇതാണ് ഈ പറയുന്നത്. കാലം ചില കളികൾ കളിക്കും. ചില ദുഷ്ടശക്തികൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഒരു മറുവശം ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കും. അതിന് നേർവിപരീതമായിട്ടുള്ള ചില ഫലങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അതുപോലെ തന്നെ രാജാ റാംമോഹൻ റോയ് ക്രിസ്ത്യാനിയായി മതം മാറിയിരുന്നു എന്ന് ദീർഘകാലമായി വിമർശകർ ആരോപിക്കുന്നു. കാരണം ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംരക്ഷണത്തിലായിരുന്നു രാജാ റാംമോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചത്. ഭാരതീയരോട് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന് പരമപുച്ഛമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നത്. അതിനുള്ള ഏറ്റവും പുതിയ തെളിവായി തന്നെ ഈ സാമൂഹ്യ ശാസ്ത്രത്തിലെ 2ാം പാഠം, 8ാം ക്ലാസ്സിലെ 2ാം പാഠം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ഇത്തരത്തിലുള്ള സിലബസുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെ കടമയാണ്. അല്ല എങ്കിൽ നാളെ ഈ ഹൈദരാബാദിലൊരു സ്കൂളിൽ ഹോംവർക്കായിട്ട് കലിമയോ കുലിമയോ തൊലിമയോ എന്തോ എഴുതിക്കൊണ്ട് വരാനായിട്ട് ഒരു ജിഹാദിനി പറഞ്ഞല്ലോ, അവിടെ പുറത്താക്കിയവരെ. അത്തരത്തിലുള്ള ഹോംവർക്കുകളൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് നമുക്ക് കാണേണ്ടി വരും രാവിലെ വന്നിരുന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, അടിസ്ഥാനപരമായിട്ടൊരു പക്ഷേ നാളെ വേണമെങ്കിൽ അവർക്ക് ബാധിക്കും. ഈ പഹൽഗാം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പണ്ട് ഇവിടെ വിട്ടിട്ട് പോയ ഞമ്മൻ്റെ ബാപ്പമാർ തിരികെ വന്ന് പാൻറ്റൂരി നോക്കുകയോ അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ പറയുമ്പോഴോ നിങ്ങൾക്ക് വെടികൊള്ളരുതല്ലോ എന്ന് വിചാരിച്ച് സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് എന്നവർ പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇരവാദം, ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുൻപേ കണ്ടുപിടിച്ചൊരു വിഭാഗമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. എന്തായാലും ഇപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം. രാജാ റാംമോഹൻ റോയ് പറയുന്നു, ശരി, രാജാ റാംമോഹൻ റോയ് ക്രിസ്ത്യാനിയായി മതം മാറിയതാണെന്നുള്ള വിമർശനത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ വഴിയെ പോകുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് എന്താടാ കാര്യം? ഇസ്ലാമിസ്റ്റുകൾക്കേ കാര്യമുള്ളൂ. കാരണം ഇന്നത്തെ കേരളത്തിൽ വിദ്യാഭ്യാസം, നിയമം, ഇത് രണ്ടും അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശീർവാദത്തോടും അനുവാദത്തോടും കൂടി മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുള്ളപ്പോൾ. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ സെമറ്റിക് മതങ്ങളുടെ കാര്യം വരുമ്പോൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം പ്രധാനമായിട്ട് ജൂതമതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എന്ന് മാന്യമായിട്ടും അടിച്ചു മാറ്റിയ ആശയങ്ങളുമായി എന്ന് അമാന്യമായിട്ടും പറയാവുന്ന ആ രീതിയിൽ തുടങ്ങപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അടിസ്ഥാന ഘടന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം പലപ്പോഴും
യേശുവിനെ ഈസാ നബിയാക്കാൻ ശ്രമിക്കുന്നതും അത്തരത്തിലുള്ള പലരും തങ്ങളുടെ തന്നെ പ്രവാചകരാണെന്ന് അവകാശപ്പെടുന്നതും അതെല്ലാം അതിൻ്റെ ഒരു തിയോളജിക്കൽ ആധ്യാത്മികമായിട്ടുള്ളതും ആ ഒരു ആഴത്തിലുള്ള പഠനം ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സംവാദങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതും മറ്റൊരു സന്ദർഭത്തിലാകാം, മറ്റൊരു വിഷയമായി മറ്റൊരു സന്ദർഭത്തിലാകാം. ഇവിടെയുള്ള പ്രശ്നം ഈ പാഠ്യഭാഗം ആരെ പ്രീതിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ ആരുടെ വിശ്വാസം മുന്നോട്ട് വയ്ക്കാനാണ്? എലിയെ കാണിച്ച് പുലിയെ പിന്നിലൂടെ കടത്തിവിടുക എന്നുള്ളതുപോലെ ഇത് നേരെ ബാധിക്കുക ക്രിസ്ത്യാനികളെയാണ് എന്ന് ഈ പാഠ്യപദ്ധതിയിൽ ഈ പാഠം ഉൾപ്പെടുത്തിയവർക്ക് അറിയാം, കൃത്യമായിട്ടറിയാം. പക്ഷേ അതിൻ്റെ പിന്നിലൂടെ ഒരു പുലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹിംസ്ര ജന്തുവോ ഒളിച്ച് കടത്തപ്പെടുന്നുണ്ട്. അത് ജിഹാദികളുടെ അജണ്ടയാണ്. അത് തിരിച്ചറിയുക. ശശികല ടീച്ചറിന് എന്തായാലും അഭിനന്ദനങ്ങൾ. ഇത്രയും കൃത്യമായിട്ട് ടീച്ചർ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു. എന്നിട്ട് പോലും പാഠ്യഭാഗങ്ങൾ കൃത്യമായ ശ്രദ്ധ പുലർത്തുന്നതിന് ശശികല ടീച്ചറോട് നന്ദി പറയണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികളെക്കുറിച്ച്, ഈ പാഠ്യഭാഗത്തെക്കുറിച്ച്? നിങ്ങളുടെ കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലാണോ കേന്ദ്ര ഗവൺമെൻറ് സിലബസിലാണോ പഠിക്കുന്നത്? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഇത്തരത്തിലുള്ള ഒളിച്ചുകടത്തലുകൾ ചിലപ്പോൾ പൂർണ്ണമായും നിലച്ചു പോകുമെന്നുള്ള ഭയം കൂടി കൊണ്ടാണ് PM ശ്രീ പദ്ധതിയെ ഇടതും വലതെന്ന് പറയുന്ന UDF ഒരുപോലെ എതിർക്കുന്നത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.